ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്യാം. ഇനിയല്ല ലൈനിങ് ഇല്ലാത്ത മെയിൻ ഫാബ്രിക്കിലാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. മെയിൻ ഫാബ്രിക്കിലാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെങ്ത്ത് എടുക്കുക. ലെങ്ത്ത് എത്രയാണോ വേണ്ടത്, ഇപ്പോൾ നമുക്കൊരു 35 ആണെന്നുണ്ടെങ്കിൽ അതിനോട് 1.5 ഇഞ്ച്, അതായത് 36.5 ടോട്ടൽ ലെങ്ത്ത് എടുക്കുക കേട്ടോ. നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിനോടൊരു 1.5 ഇഞ്ചും കൂടെ കൂട്ടി വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 30 ഇഞ്ച് എടുക്കുന്നുണ്ട്. സെൻറ്റർ ഫ്രണ്ട് ആണ്. സെൻറ്റർ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോൾഡിങ് എവിടെയാണോ, രണ്ട് ഫോൾഡിങ് എവിടെയാണോ വന്നേക്കുന്നത് അതാണ് സെൻറ്റർ ഫ്രണ്ട്. ഞാൻ ഷോൾഡർ വരച്ചു. ഷോൾഡറിൽ ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഇപ്പോൾ 14 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ്, അതായത് 7 ഇവിടെ മാർക്ക് ചെയ്തു. ആൻഡ് ഇതിൻ്റെ താഴേക്കൊരു ലൈൻ വരക്കണം. അതാണ് ആം ഹോൾ ഡെപ്ത്. ഞാൻ നെക്ക് വരക്കുന്നതും ആം ഹോൾ ചെയ്യുന്നതെല്ലാം ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു നെക്ക് ഇവിടെ വരക്കുന്നുണ്ട്. ഇനി ആം ഹോൾ ഡെപ്ത് ഞാൻ ഒന്നും കൂടെ വേണമെങ്കിൽ ആം ഹോൾ വരയ്ക്കുന്ന കാണിക്കാം. ചെസ്റ്റ് ബൈ 6 ചെയ്യുന്നതാണ് ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത്. അതായത് 34 ആണ് നമ്മളുടെ ചെസ്റ്റ് എന്നുണ്ടെങ്കിൽ 34/6 ചെയ്യാം. അപ്പം നമുക്ക് 6.6 എന്നാണ് കിട്ടുക. അത് കറക്റ്റ് ഈ ഷോൾഡറിൻ്റെ ഈ പോയിന്റിൽ നിന്ന് വെച്ചിട്ട് 6.6 വരച്ചു കൊടുക്കുക. ആൻഡ് ആ ഒരു പോയിന്റിൽ അതിൽ നിന്ന് എൽ ഷേപ്പിൽ, ഈ ഒരു എൽ ഷേപ്പിൽ ഒരു ലൈൻ വരക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം കേട്ടോ. ഇതാണ് ചെസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ചെസ്റ്റ് ലൈൻ. ഇനി ചെസ്റ്റ് ലൈനിൽ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റ്. അപ്പോൾ 34/4 എന്നുള്ളത് ചെയ്യാം. ഈ 34/4 ചെയ്യുമ്പോൾ നമുക്ക് 8.5 എന്നാണ് കിട്ടുക. അതിനോട് ഒരു 1/2 ഇഞ്ചും കൂടെ ഈസിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതായത് ടോട്ടൽ അപ്പോൾ ഒരു 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അതിനോട് ഒരു 1.5 ഇഞ്ച് നമുക്ക് സീം അലവൻസും കൂടെ മാർക്ക് ചെയ്യാം. ഇനി ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രെത്തിൻ്റെ ഹാഫിലൊരു മാർക്ക് ചെയ്യുക. ആൻഡ് നമ്മുടെ ഫ്രഞ്ച് കർവ് എടുത്തിട്ട് ആം ഹോൾ ഡെപ്തിൻ്റെ സെൻറ്റർ പോയിന്റും ആൻഡ് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു പോയിന്റും കൂടെ വെച്ചിട്ട് കർവ് വരച്ചു കൊടുക്കുക. ഈ സീമിലേക്ക് പോവാതെ ഈ ഒരു പോയിന്റ് തന്നെ വരയ്ക്കാൻ നോക്കുക കേട്ടോ. ഇതാണ് ബാക്ക് സൈഡിലെ ആം ഹോൾ. ഇനി ഫ്രണ്ട് സൈഡ് കുഴിച്ചു വെട്ടണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പോയിന്റിലെ ആ പോയിന്റിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു. ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഈ 3/4 ഇഞ്ച് പോയിന്റിലേക്ക് വരക്കുക. ആൻഡ് അതിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ സെൻറ്റർ പോയിന്റും ആൻഡ് ഈ നമ്മുടെ സെയിം ചെസ്റ്റ് മാർക്ക് ചെയ്തേക്കുന്ന പോയിന്റും ഇല്ലേ, അതിലേക്ക് നേരത്തെ വരച്ച പോലെ തന്നെ കർവ് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ആം ഹോളും കിട്ടി, ബാക്ക് ആം ഹോളും കിട്ടി. ഷോൾഡറിൻ്റെ സ്ലോപ്പ് അനുസരിച്ചിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് കൊടുത്തേക്കുന്ന ഷോൾഡർ സ്ലോപ്പും കൂടെ മാർക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു. ഇനിയുള്ളത് വേസ്റ്റ് ആണല്ലേ. ആദ്യം വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് എവിടെയാണോ നമ്മുടെ വേസ്റ്റ് വരെ ഉള്ളത്, വേസ്റ്റിൻ്റെ അങ്ങോട്ടേക്കുള്ള ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 14 കൊടുക്കണുണ്ടേ. ആ 14ൻ്റെ അവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കാം. നിങ്ങളിങ്ങനെ ലൈൻ വരക്കണം എന്നില്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരക്കുന്നതേ ഉള്ളൂ. ആൻഡ് ഇതിലിനി വേസ്റ്റ് മാർക്ക് ചെയ്യണം. വേസ്റ്റ് എത്രയാണ്? വേസ്റ്റ് ഞാനിവിടെ ഒരു 30 എടുക്കുന്നുണ്ട്. അപ്പോൾ 30/4 എന്നുള്ളത് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ളത് 30/4 ചെയ്യാം. 30/4 ചെയ്യുമ്പോൾ 7.5 ആ കിട്ടുക. അതിനോടൊരു 1/2 ഇഞ്ച് ഈസ് ചേർത്തിട്ട് ടോട്ടൽ 8 ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനോട് ഒരു 1.5 സീം അലവൻസും കൂടെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഹിപ്പാണ് മാർക്ക് ചെയ്യേണ്ടത്.
ഹിപ്പോ അല്ലെങ്കിൽ സ്ലിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ സ്ലിറ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മളുടെ ഷോൾഡറിൽ നിന്ന് സ്ലിറ്റ് എവിടം വരെയാണോ ഉള്ളത് ആ പോയിന്റ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 21 എടുക്കാം കേട്ടോ. ആൻഡ് ഇതിൽ എത്രയാണ് റൗണ്ട് നോക്കാം. എനിക്ക് ഒരു 36 എടുക്കാം. 36നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 ആയിട്ടാണ് ഫാബ്രിക് മടക്കിയേക്കുന്നത്, അതുകൊണ്ടിട്ടാണ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 36നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 9 എന്നാണ് കിട്ടുക. 9ൽ നിന്ന് പ്ലസ് ഈസും കൂടെ മാർക്ക് ചെയ്യാം. ആൻഡ് ഇവിടുത്തെ സീം അലവൻസ് ഞാനൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുള്ളേ. അപ്പോൾ നമുക്ക് ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് എന്നുള്ളതായിട്ടുണ്ട്. ഇനി ഇതെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കുക. സീം അലവൻസും സെയിം ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇനി ഇങ്ങോട്ടേക്കുള്ളത്, ഇനി വരുന്നത് ഫ്ലെയർ ആണല്ലേ. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി കുറച്ചും കൂടെ ഫ്ലെയർ വേണം എന്നുള്ളതാണെങ്കിൽ കുറച്ച് കൂട്ടി വരക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ മെഷർമെൻറ്റ് തന്നെയാണ് താഴേക്കും വരക്കുന്നത്. ഒത്തിരി ഫ്ലെയർ സ്ലിറ്റഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഫ്ലെയർ കൂടി പോവാത്തതാണ് നല്ലത്. ആൻഡ് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെ രണ്ടിടത്തും ഇങ്ങനെ പോയിന്റ് ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. ഇത് മാറ്റി ഇവിടെ ജസ്റ്റ് ഒരു കർവ് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ മെഷർമെന്റ്സും പാറ്റേണും നെക്ക് വിഡ്ത്തും ഡെപ്തും ഒക്കെ അനുസരിച്ച് കുറേ വേരിയേഷൻസ് ഇതിൽ വരും. പക്ഷേ ബേസിക് ആയിട്ടൊരു പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്.